ശ്രീ പ്രശാന്ത്, റഷ്യയുടെ അവസ്ഥ അല്പം ഗുരുതരമാണ്. കാരണം യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ യുദ്ധവും വിജയമുണ്ടാക്കുന്നവർക്ക് പോലും പലതരത്തിലുള്ള വിനാശവും സംഭവിക്കുന്നുണ്ട്. ഇന്ത്യയെയും അത്തരത്തിൽ ഒരു വക്കിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമവും പലരും നടത്തി, അല്ലേ? തീർച്ചയായിട്ടും അത് ഇപ്പോൾ അർത്ഥത്തിൽ വർത്തമാനം വരുന്നുണ്ട്. മനസ്സിലാവും സാറേ, ഈ റഷ്യയുടെ സോവിയറ്റ് യൂണിയനായിട്ടിരുന്ന കാലത്ത് റഷ്യയുടെ ഭാഗമായിരുന്നു ഈ പറയുന്ന ഉക്രൈൻ. അതുകൊണ്ട് ഈ ആദ്യഘട്ടങ്ങളിലൊക്കെ നമ്മളിലെ മക്കളെ തല്ലുന്ന പോലെ റഷ്യ അടിച്ചുകൊണ്ടിരുന്നത്. പ്രദേശങ്ങൾ നശിപ്പിക്കാതെയും അല്ലെങ്കിൽ പല പ്രദേശങ്ങളിലുള്ള ആൾക്കാർ നമ്മുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരുണ്ട്, അവർക്ക് അല്ലെങ്കിൽ സിവിലിയൻസിന് കുഴപ്പം വരാതെയൊക്കെ രീതിയിലാണ് റഷ്യ തലോടിയാണ് പോയിക്കൊണ്ടിരുന്നത്. അല്ലെ റഷ്യക്ക് നമ്മളതുകൊണ്ട് അന്നൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ യുദ്ധം തുടങ്ങുന്ന സമയത്ത് റഷ്യയുടെ മുമ്പിൽ യുക്രൈൻ ആരാ? റഷ്യ എന്ന് പറയുന്ന വലിയൊരു ശക്തിയല്ലേ. അപ്പം നമ്മൾ വിചാരിച്ചു 1-2 ആഴ്ച അല്ലെ മാക്സിമം ഒരാഴ്ചക്കകം തീരുന്നൊരു യുദ്ധമേ ഉള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷേ അല്ലേ ഇപ്പം മാസങ്ങളായി റഷ്യക്കിപ്പം ദയനീയാവസ്ഥയാണ്. റഷ്യയുടെ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ലോജിസ്റ്റിക്സ് അല്ല ആ കൈകാര്യം ചെയ്യുന്ന പ്രദേശം വരെ അടിച്ച് കളഞ്ഞിരിക്കുന്നു. അതായത് പ്രധാനപ്പെട്ട വ്യോമത്താവളങ്ങളും ഊർജ്ജോൽപാദന കേന്ദ്രങ്ങളും ഒക്കെ, അതായത് നമുക്ക് ക്രൂഡ് ഓയിൽ തരുന്ന റഷ്യക്ക് സമ്പുഷ്ടീകരിച്ച് എണ്ണ കൊടുക്കേണ്ട ഗതികേടിലേക്ക് നമ്മൾ പോവുക. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ദിവസം ഏതാണ്ട് 25,000 ബാരൽ തൊട്ട് 30,000 ബാരൽ വരെ എണ്ണ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ആ രാജ്യത്തിൻ്റെ ദിനംപ്രതിയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട രീതിയിലേക്ക് പോകുന്നുണ്ടല്ലോ. അപ്പോൾ എത്രത്തോളം റഷ്യക്ക് ആഘാതമുണ്ട്, റഷ്യ പരാജയത്തിലാണ്. ഇതിനി വെളിയിൽ വരാത്ത അതിനകത്ത് ദുരിതം ഏറുന്ന നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച പോലെ ജനങ്ങളുടെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഒരു പക്ഷേ റഷ്യയുടെ ഈ പോക്കിനകത്ത് ഇപ്പം 10-30 കൊല്ലം കൊണ്ട് റഷ്യയെ സോവിയറ്റ് യൂണിയൻ്റെ കാലത്തിന് ശേഷം ഇതേ അവസ്ഥയിൽ എത്തിച്ച പുടിന് പോലും നിലനിൽപ്പുണ്ടോ അല്ലെങ്കിൽ പുടിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇതേ അവസ്ഥയിലേക്ക് വന്നതിന് ഇതുപോലാണല്ലോ ഇവിടുത്തെ നമ്മുടെ ഒരു തിരിച്ചടിയും അല്ലെ പാകിസ്ഥാനെ ഉപയോഗിച്ച് മറ്റു പല രാജ്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നു എന്നും വിചാരിക്കാനുള്ള ശ്രമിക്കുന്നുണ്ട്. പാകിസ്ഥാൻ നമ്മുടെ ആരായിരുന്നു? ഇന്ത്യയുടെ ഭാഗമല്ലായിരുന്നു അങ്ങോട്ട്. അത് ഇപ്പം നമ്മുടെ ശത്രുവായിട്ട് നിൽക്കുന്ന ബംഗ്ലാദേശാരുടെ പണ്ട് ഈ പാകിസ്ഥാന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭാഗമല്ലേ. ഈ രാജ്യങ്ങളെ ഉപയോഗിച്ചാൽ നമ്മളെ കൈകാര്യം ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ നമ്മളൊരു യുദ്ധം സിന്ധുവിൻ്റെ കെയർ ഓഫിൽ നടത്തി ലോകത്ത് ഏറ്റവും വലിയ കുറഞ്ഞ യുദ്ധം അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തീർന്ന യുദ്ധം ഇസ്രായേലിൻ്റെ കെയർ ഓഫിലുള്ള 7 ദിവസം കൊണ്ട് തീർത്ത് ഇസ്രായേൽ ഒരു യുദ്ധം തീർത്തിട്ടുണ്ട്. ആ റെക്കോർഡ് മറികടന്ന് നമ്മൾ 4 ദിവസം കൊണ്ട് തീർത്തു. നമ്മൾ 4 ദിവസം കൊണ്ട് തീർത്തെന്ന് പറഞ്ഞാൽ ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ തുടങ്ങുമ്പോൾ തന്നെയും അത് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് എല്ലാവരും സംസാരിച്ച് അമേരിക്കയും മറ്റു എല്ലാ രാജ്യങ്ങളും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ചൈന എനിക്ക് ഒന്നും പറഞ്ഞില്ല, ഒന്നും പറയാൻ. ബാക്കി ലോകം മൊത്തം ഇന്ത്യയാണ് ശരി, ഇന്ത്യയുടെ ഭാഗത്ത് ഇന്ത്യ യുദ്ധം ചെയ്താൽ ആണ് യുദ്ധം തുടങ്ങുമെന്ന് കണ്ടപ്പോൾ പാകിസ്ഥാൻ പലയിടത്തും ചെന്ന് സംസാരിച്ചല്ലോ. അപ്പോൾ ഇന്ത്യ യുദ്ധം ചെയ്യേണ്ടതിൻ്റെ കാരണവും കാര്യങ്ങളൊക്കെ ലോകത്ത് വരുമ്പോൾ ഇന്ത്യയുടെ ഭാഗം നിന്നു. അപ്പം ഈ ഭാഗം നിന്നവർ ഉൾപ്പെടെ പിന്നെ നമുക്ക് മനസ്സിലായി യുദ്ധം നടക്കട്ടെ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ പുരോഗതിയെ ബാധിക്കുന്ന രീതിയിൽ ഒരു യുദ്ധം ഒരു രാജ്യത്ത് സാറ് ആദ്യം പറഞ്ഞതുപോലെ യുദ്ധം ജയിച്ചാലും അവൻ സാമ്പത്തികമായിട്ട് തീർന്നു പോകും. അപ്പോൾ പക്ഷെ അതൊന്നും നടന്നില്ല. നമ്മുടെ യുദ്ധം കൊണ്ട് നമുക്ക് ആയുധ വ്യാപാരത്തിൽ നേട്ടമുണ്ടായി. ലോകത്ത് ആ സമയത്ത് നമ്മുടെ ഈ വിദേശ സംവരണം അതുകൂടി, മറ്റു പലതും കൂടി. ലോകത്തെ ഏറ്റവും വലിയ ശക്തിയാണ് നമുക്ക് തെളിയിക്കാൻ പറ്റി. നമ്മൾ ഉണ്ടാക്കുന്ന ആയുധങ്ങൾക്ക് ലോകത്ത് വലിയ നിലവാരമായി. ലോകത്ത് റഷ്യ പോലെയും ഇസ്രായേൽ പോലെയുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ ഫ്രാൻസ് പോലെയും ജർമ്മനി പോലെയുള്ള രാജ്യങ്ങൾ പല ആയുധങ്ങളും ഇവിടെ വെച്ച് നിർമ്മിക്കാൻ തുടങ്ങി. നമുക്ക് കരാർ തരാൻ തുടങ്ങി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഫ്രാൻസിൻ്റെ ഒരു വിമാനം ഉണ്ടല്ലോ, റാഫേലിനകത്ത് ഇപ്പോൾ ഒരു തർക്കം നടക്കുന്നുണ്ട്. 50% സാധനം ഇന്ത്യയിലെ സാധനം വെച്ച് പണിയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രാൻസിന് അതൊരു ബുദ്ധിമുട്ടാണ്. എന്നാ വേണ്ട, പണ്ടത്തെ രീതിയല്ല, എന്നാ വേണ്ട. അപ്പം ഫ്രാൻസിന് വീണ്ടും അപ്പോഴത്തേക്കും നമ്മുടെ Su-57 കിടക്കുക അങ്ങോട്ട് കൊണ്ടുവച്ച് പണിയാൻ വേണ്ടി സോഴ്സ് കോഡും എല്ലാം തരാം. ട്രാങ്കറിൻ്റെ ഏറ്റവും പുതിയ ട്രാങ്കറിൻ്റെ സോഴ്സ് കോഡ് അമേരിക്ക അല്ലെങ്കിൽ റഷ്യ തരാം. ഈ രീതിയിലേക്ക് ഇന്ത്യ വളർന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഞാനീ പറഞ്ഞു വന്നത്, ഈ രീതിയിലേക്ക് ഇന്ത്യ വളർന്നു പോകുന്നത് ദീർഘവീക്ഷണമുള്ള മോദിയുടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനകത്ത് വേറെ വലിയ പ്രശ്നമുണ്ട് സാറേ. ഇപ്പോഴത്തെ പോക്കിൽ റഷ്യ നാളെ കാലത്തെ പുടിൻ്റെ കെയർ ഓഫിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തെ പറ്റി അറിയാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ പറഞ്ഞ ദീർഘവീക്ഷണമുള്ളതിൻ്റെ കാര്യം പറഞ്ഞത്, പുടിൻ ഇല്ലെങ്കിൽ തന്നെയും നാളെ കാലത്ത് റഷ്യ ഇല്ലെങ്കിൽ തന്നെയും ഇന്ത്യക്ക് നിലനിൽക്കണം എന്നുള്ള രീതിയിലേക്കുള്ള ആലോചനയും ആ രീതിയിലേക്കുള്ള ഒരു നീക്കവും ആ രീതിയിലേക്കുള്ള ഒരു ജിയോ പൊളിറ്റിക്സുമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി കളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാനും സാർ ഉൾപ്പെടെയുള്ളവർ ഞെട്ടിപ്പോകും. മനസ്സിലാകുന്നുണ്ടോ? കാരണം ജിയോ പൊളിറ്റിക്സ് അങ്ങനെയാ സാറേ. ബംഗ്ലാദേശിൽ ഹസീനയുള്ള സമയത്ത് നമ്മുടെ ബംഗ്ലാദേശായിരുന്നു. ഇപ്പം നമ്മുടെ കൂടെ ആണോ? നാളെ കാലത്തെ ചൈന ഇപ്പം നമ്മുടെ സുഹൃത്താണ്. ചൈന നമ്മുടെ സുഹൃത്ത് അമ്മയ്ക്കുന്നു. റഷ്യ നമ്മുടെ സുഹൃത്താണ്. നാളെ കാലത്ത് റഷ്യ നമ്മുടെ സുഹൃത്താവണമെന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? തിരിഞ്ഞു. അതുകൊണ്ടാണ് 2014 മുമ്പ് ഉള്ള റഷ്യയെ ഡിപ്പെൻഡ് ചെയ്യുന്ന പോലെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല.
കാരണം നമ്മളിപ്പം ആയുധം 60% റഷ്യയുടെ കയ്യിൽ നിന്ന് മേടിച്ചിരുന്ന ഇടത്ത് നമ്മൾ ആയുധം ഫ്രാൻസിൽ നിന്ന് മേടിക്കുന്നു, നമ്മൾ ആയുധം ജർമ്മനിയിൽ നിന്ന് മേടിക്കുന്നു, നമ്മൾ വേണ്ട ആയുധം അമേരിക്കയിൽ നിന്ന് മേടിക്കുന്നു, നമ്മൾ ആയുധം ഇസ്രായേലിൽ നിന്ന് മേടിക്കുന്നു. ഡീസലിന്റെ കാര്യത്തിൽ, പെട്രോളിന്റെ കാര്യത്തിൽ നമ്മൾ ഒരു രാജ്യത്തെയല്ല ആശ്രയിക്കുന്നത്. 2014 മുമ്പ് ഈ സൗദി അറേബ്യ ഡീസൽ തന്നില്ലെങ്കിൽ, ക്രൂഡ് ഓയിൽ തന്നില്ലെങ്കിൽ നമുക്ക് വലിയ പ്രശ്നം 1, 2, 3 രാജ്യത്തിന്റെ കാര്യമുള്ളത്. ഇപ്പം നമ്മൾ ആഫ്രിക്കയിൽ നിന്ന് മേടിക്കുന്നുണ്ട്, അമേരിക്കയിൽ നിന്ന് മേടിക്കുന്നുണ്ട്, റഷ്യയിൽ നിന്ന് മേടിക്കുന്നുണ്ട്, വിയറ്റ്നാമിൽ നിന്ന് മേടിക്കുന്നുണ്ട്, 10, 40, 45 രാജ്യത്തു നിന്ന് മേടിക്കുന്നത്. എവിടുന്ന് നിന്നാലും ഇപ്പം ഇറാഖിൽ നിന്ന് വരെ മേടിക്കുന്നില്ല, ഇറാനിൽ നിന്ന് മേടിക്കുന്നില്ല. എവിടെ നിന്നാലും നമ്മളെ തളയ്ക്കാൻ പറ്റത്തില്ല. ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്ന ഒരവസ്ഥ. അതായത് 2047 ആകുമ്പോഴത്തേന് ഏതെങ്കിലും ഒരു രാജ്യത്തെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നിൽക്കേണ്ടി വരാത്ത ഒരു രാജ്യമായിട്ട് നമ്മൾ മാറും. ആരെയും സ്വയം പര്യാപ്തതയിലേക്കും ഈ രീതിയിലേക്ക് ഒരു നീക്കുക നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിലേക്കുള്ള ഒരു കാര്യങ്ങളാണ്. അതായത് നമുക്ക് സ്വന്തമായിട്ട് ആയുധങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇടമുണ്ട് നമുക്കിപ്പോൾ. നമ്മുടെ ആയുധങ്ങൾക്ക് വില വേറെ ആരും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പിന്നെ മാത്രമല്ല, ഒരു രാജ്യത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയില്ല. അതായത് നാളെ കാലത്തെ ചിലപ്പോൾ നമ്മുടെ ശത്രുഭാഗത്ത് ആയിരിക്കത്തില്ല ചൈന. ആണെങ്കിൽ ചൈനയും ബാക്കിയുള്ളവനെ മാറ്റി നിർത്തിയിട്ടാലും നമുക്ക് നിലനിൽക്കണം. നാളെ ഭാഗത്ത് റഷ്യ നമ്മുടെ ശത്രുഭാഗത്താണെങ്കിൽ ബാക്കി യൂറോപ്യൻ രാജ്യങ്ങളെ മറ്റു പലരെയും ചേർത്ത് നിർത്തിയിട്ട് നമുക്ക് ഭരിക്കണം. അതായത് ഇപ്പം നിലനിൽക്കുന്ന ഇടത്ത് നാളെ കാലത്ത് നമ്മുടെ കൂടെയാണെന്ന് കണ്ട് ദീർഘവീക്ഷണത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകാൻ പറ്റുന്ന ഒരവസ്ഥ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇതേ രീതിയിലേക്കുള്ള ഒരു ജിയോ പൊളിറ്റിക്സ് തന്നെയാണ്. അതായത് നമ്മൾ എത്ര പറയുമ്പോഴും നമ്മുടെ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ ഒരു നീക്കങ്ങളും ഒരു കാലത്തും ഒരുത്തൻ്റെയും താങ്ങായിട്ടും അല്ലെങ്കിൽ തണലായിട്ടും നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. രണ്ടാമത്, ഏതെങ്കിലും ഒരു രാജ്യം വിചാരിച്ചാൽ തകർക്കാൻ പറ്റുന്ന ഒരു എക്കണോമി അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു എക്കണോമിയിലേക്ക് ഇന്ത്യ പോകുന്നില്ല. ആ രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കണം. ഇപ്പം അമേരിക്ക നോക്കിയിട്ട് താരിഫിന്റെ യുദ്ധം ഇപ്പം വീണ്ടും താരിഫ് 120 നമുക്ക് കിടക്കും. ഇപ്പം വീണ്ടും താരിഫ് റഷ്യയിൽ നിന്ന് മേടിക്കേണ്ടെന്ന് താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. റഷ്യയുടെ ഏറ്റവും മോശമായ അവസ്ഥ. ആ അവസ്ഥയിലും ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പം 50% മേടിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് 30 ഉള്ളായിരുന്നു മേടിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ചെയ്യണം. നല്ല നമ്മൾ പറയത്തില്ല തന്തയ്ക്ക് പറഞ്ഞ അല്ല, നമ്മുടെ നാശകാലത്തും നമ്മുടെ ഏത് കാലത്തും നമ്മുടെ ഇല്ലായ്മ കാലത്തും നമ്മുടെ അവിടെ നിന്ന് അവൻ്റെ ഒരു നാശകാലത്ത് നമ്മൾ മാറി ചിന്തിക്കാൻ പറ്റും. അത് ഇന്ത്യ മഹാരാജ്യത്ത് അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചോളം അത് പറ്റുന്ന ഒരു അവസ്ഥയിൽ പ്രത്യേകിച്ച് നരേന്ദ്രമോദിയെ ചെയ്യത്തില്ല. അപ്പം അതേ രീതിയിലേക്ക്. പക്ഷേ നമ്മൾക്ക് നാളെ കാലത്ത് ഈ ഗുജറാത്തുകാരനായതുകൊണ്ടായിരിക്കും, ബിസിനസ്സുകാരനായതുകൊണ്ടായിരിക്കും, തലയ്ക്കകത്ത് ആളുതാമസം ആളുകൊണ്ടായിരിക്കും, ആരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നാളെ കാലത്തെ ഇപ്പം ഇരിക്കുന്ന പുടിൻ തന്നെ റഷ്യയുടെ പ്രധാനമന്ത്രി ആയിട്ട് ഇരിക്കണമെന്നില്ല, ഷീ ജിങ് പിന്നെ ചൈനയുടെ ആളായിട്ടിരിക്കണമെന്നില്ല, ട്രംപ് തന്നെ എല്ലാ കാലവും അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് ഇരിക്കണമെന്നില്ല. ഇപ്പം നമ്മുടെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങളെല്ലാം നാളെ കാലത്ത് നമ്മുടെ സ്വന്തക്കാരാവണമെന്നില്ല. അപ്പം ആ സ്വന്തക്കാരല്ലാതെ വന്നാലും ആ രാജ്യത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയാൽ സ്വന്തക്കാരെല്ലാം വരുമ്പോൾ നമ്മുടെ കൂടെ ആവുമോ? ചൈനയുടെ ഭാഗമായിട്ട്, ചൈനയുടെ അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമായി റഷ്യ. നാളെ കാലത്തെ പുടിൻ മാറിയിട്ട് ചൈനയുടെ ഭാഗമായിട്ടുള്ള ഒരാൾ അവിടെ പ്രസിഡന്റായിട്ട് വരിക. നമുക്ക് ഭാഗമായിട്ട് ഇപ്പം പുടിൻ നിൽക്കുന്ന പോലെ നിൽക്കത്തില്ലല്ലോ. നമുക്കപ്പം ഈ പറയുന്ന പോലെ അയാളായിട്ട് മാത്രമാണ് ഡിപ്പെൻഡേഷൻ എങ്കിൽ നമുക്ക് ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാകത്തില്ലേ? അതുകൊണ്ടാണ് ഇപ്പം E2 പെട്രോള് അല്ലെങ്കിൽ സോളാറ്, മറ്റ് ആണവ നിലയത്തിൻ്റെ ഊർജ്ജങ്ങൾ, അതായത് നമ്മളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു രാജ്യമാക്കിക്കൊണ്ടു പോവുകയാണ്. അതായത് 2047 നമ്മൾ ഈ പറയുന്നത് പോലെ ഇന്ത്യ മുന്നോട്ട് പോയാൽ ഇന്ത്യയെ ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. ഇന്ത്യക്ക് സ്വയം പര്യാപ്തതയിലേക്ക് എത്താൻ കഴിയും. ഇന്ത്യ ഇപ്പം ഡിപ്പെൻഡ് ചെയ്യുന്നത് പോലെ ഇപ്പം ഇത്രയായപ്പോൾ തന്നെ ഇന്ത്യ ഡിപ്പെൻഡ് ചെയ്യുന്നല്ലോ പലതും. നമ്മുടെ കമ്പോളം, നമ്മുടെ സാധനങ്ങൾ, നമ്മുടെ മറ്റു പലതും ആ രീതിയിലേക്ക് പോകുന്നു. ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്ന് വേണം കരുതാൻ. ഏതായാലും ഈ പറയുന്ന സാറാദി ചോദ്യത്തിന് ഈ റഷ്യയ്ക്ക് പറ്റിയ അബദ്ധം ഇന്ത്യക്കുണ്ടാകുമെന്ന് കണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണാധികാരി തന്നെയാണ്. അല്ലെങ്കിൽ അതായിരുന്നു ആ കെണി ഒരുക്കിയതായിരുന്നു. ആ കെണിയിലൊന്നും വീണിട്ടില്ല. അങ്ങനെ വീഴാൻ പറ്റുന്നൊരവസ്ഥയിൽ ഇത് തന്നെയാണ് ലോകത്തിൻ്റെ എല്ലാം പ്രശ്നം. കാരണം 2014 മുമ്പ് ഇന്ത്യയെ എങ്ങനെയും വളച്ചൊടിക്കാൻ പറ്റുമായിരുന്നു. വളച്ചൊടിക്കാൻ പറ്റുന്ന ഭരണാധികാരികളായിരുന്നു. അങ്ങനെ അതിനു മുമ്പ് വളച്ചൊടിക്കാൻ പറ്റാത്ത ഭരണാധികാരികളെ മറ്റു പല മാർഗങ്ങളിൽ കൂടി ഇല്ലായ്മ ചെയ്തു പോയിട്ടുള്ള ഒരു ലോകക്രമമാണ് നമ്മൾ കണ്ടുള്ളത്. അതായത് ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും ഒക്കെ മരണത്തിനകത്ത് ഇപ്പോഴും ദുരൂഹതയുള്ളൂ. അപ്പോൾ ഏതായാലും ഇന്ത്യ ഇപ്പോൾ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് പോവുകയാണ്. ഇങ്ങനെ പോകുന്നതാണ് നല്ലത്. അങ്ങനെ പോകുമെന്ന് നമുക്ക് വിചാരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.